സർ, ചെങ്കടൽ, ബാബൽ മന്ദേബ് കടലിടുക്ക്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ സമുദ്രഗതാഗത സുരക്ഷയ്ക്കായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒരു മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കോയിലിഷൻ അഥവാ ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം എന്നൊരു സുരക്ഷാ സംരംഭം നിലവിൽ വന്നിരിക്കുകയാണ്. ഹൂത്തികളിൽ നിന്ന് സൗദി കപ്പലുകൾക്ക് സമീപകാലത്തുണ്ടായ ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സഖ്യം രൂപീകരിച്ചിരിക്കുന്നതും. വാണിജ്യ കപ്പൽ ഗതാഗതം, ഊർജ്ജ വിതരണ പാതകൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം എന്നിവ സംരക്ഷിക്കുന്നതിനായാണ് ഈ ഒരു സഖ്യമെന്നാണ് സൗദി അറേബ്യയും 13 സ്ഥാപക രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരുടെ ആസ്ഥാനം സൗദി അറേബ്യയാണ്. സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, യമൻ, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂട്ടി, സൊമാലിയ എന്നീ രാജ്യങ്ങളാണ് ഈ സഖ്യത്തിലെ സ്ഥാപക അംഗങ്ങൾ. ഇറാനെ ഒഴിവാക്കിയുള്ള സഖ്യത്തിൽ UAEയും ഇല്ല. അതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. സൗദിയുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലല്ലല്ലോ UAE. അതുകൊണ്ടാണോ ഈ UAEയെ ഒഴിവാക്കിയത്? ഒപ്പം തന്നെ ഈ മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കോയലിഷൻ പശ്ചിമേഷ്യയിൽ എന്ത് സ്വാധീനമുണ്ടാക്കും? മാരിടൈം ഡിഫൻസ് ഒരു വലിയ വിഷയമാണ്. അത് മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കോഓപ്പറേഷൻ എന്ന നിലയിൽ പല തലകളുള്ള ഒരു വാളാണ് ഇപ്പോൾ സൗദി അറേബ്യ രാഖി മിനിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. ഇവിടെ 2 കടലിടുക്കുകളാണ് പ്രശ്ന സങ്കീർണമായിരിക്കുന്നത്. അതിലൊന്ന് പേർഷ്യൻ കടലിടുക്കാണ്. അത് ഹോർമൂസുമായി ചേർന്ന് നിൽക്കുന്ന, ഹോർമൂസിലൂടെ കടക്കാവുന്ന പേർഷ്യൻ ഉൾക്കടൽ, പേർഷ്യൻ ഗൾഫ്. ആ രാജ്യമാണ്, അവിടെയുള്ള പ്രധാന രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ ഒരു മേഖലയിൽ സൗദി താല്പര്യമുണ്ടില്ലെന്നല്ല. സൗദിയുടെ വടക്കൻ മേഖല അതിനോട് ചേർന്നാണ്. പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായിട്ടാണ് സൗദിയുടെ വടക്കൻ തുറമുഖങ്ങൾ. പക്ഷേ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായ മേഖലയാണ്. സൗദിയുടെ തെക്കും പടിഞ്ഞാറുമായുള്ള ചെങ്കടൽ മേഖലയിലെ സൗദി തുറമുഖങ്ങൾക്ക് പരമാവധി പരിരക്ഷ ഉണ്ടാകണം. സൂയസ് കനാൽ റൂട്ട് ഒരിക്കലും ബ്ലോക്ക്ഡ് ആകാൻ പാടില്ല. സൂയസ് ഗതാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗദിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പല രാജ്യങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മാരിടൈം സെക്യൂരിറ്റി, സപ്ലൈ ചെയിനുകൾ തടസ്സപ്പെടാൻ പാടില്ല. ഓയിൽ സപ്ലൈ റൂട്ട്സ്, അത് എണ്ണ ടാങ്കറുകളുടെ സുഗമമായ നീക്കം ചെങ്കടലിലൂടെ ഉണ്ടാകണം. അത് 2 വഴിക്കും ഉണ്ടാകണം. സൗദിയുടെ തുറമുഖങ്ങളിൽ നിന്നും ചെങ്കടലിലൂടെ വടക്കോട്ട് സഞ്ചരിച്ച് സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയനിൽ പ്രവേശിച്ച് അങ്ങ് ജിബ്രാൾട്ടർ കടലെടുക്ക് കടന്ന് പുറം കടലിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇറ്റലി, ഗ്രീസ്, ഫ്രാൻസ്, സ്പെയിൻ രാജ്യങ്ങളുടെ തെക്കൻ തുറമുഖങ്ങളിലേക്കൊക്കെ അതെത്താം. ഈ രീതിയിലുള്ള ഒരു പാത അതും സാധ്യമാവണം. 2, സൗദിയുടെ തുറമുഖങ്ങളിൽ നിന്നും, ചെങ്കടൽ തുറമുഖങ്ങളിൽ നിന്നും തെക്കോട്ട് സഞ്ചരിച്ച് ബാബൽ മന്ദേബ് സുഗമമായി കടന്നുകൊണ്ട് ഏദൻ ഉൾക്കടലിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും അറേബ്യൻ കടലിലേക്കും ഇന്ത്യ മഹാസമുദ്രത്തിലേക്കും ലോകത്ത് എവിടേക്കെല്ലാമാണോ പോകേണ്ടത് അവിടേക്കെല്ലാം പോകാൻ കഴിയണം. അതുമാത്രമല്ല, ഈ പേർഷ്യൻ ഗൾഫിൽ നിന്നും വരുന്ന കപ്പലുകളാണെങ്കിലും യമനും ഒമാനും ഒക്കെ ചുറ്റി ബാബൽ മന്ദേബ് കടന്നാണ് ചെങ്കടലിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ മേഖല സുരക്ഷിതത്വത്തിൽ ആകണം എന്ന ഏറ്റവും വലിയ ആഗ്രഹമുള്ള സൗദിക്കാണ്. അപ്പോൾ സൗദി ഒരു സഖ്യത്തെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു ഇത്രയും കാലം. അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒന്നും അല്ല, വൻ ശക്തികൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഈ ഗൾഫ് ശക്തികൾ നിയന്ത്രിക്കുന്ന, പ്രത്യേകിച്ചും സൗദിക്ക് നിയന്ത്രിക്കാനാവുന്ന ഒരു സംവിധാനം, ഒരു സുരക്ഷാ സംവിധാനം. ഇപ്പം അമേരിക്കയുടെ പേര് വരുമ്പോഴാണ് അവിടെ വിവാദമുണ്ടാകുന്നത്. അല്ലെങ്കിൽ റഷ്യൻസോ ചൈനീസോ ആ പ്രദേശത്ത് ഇടപെടുന്നു എന്ന ധാരണ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ വൻ ശക്തികളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സൗദി അറേബ്യയോട് യോജിക്കാവുന്ന ശക്തികൾ, അതിൽ ചില ശക്തികൾ വൻ ശക്തികൾ തന്നെയാണ്. മിക്കതും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഏഷ്യയിലെയും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളുണ്ട്. യൂറോപ്പിലെന്ന് പറയുമ്പോൾ തുർക്കി യൂറോപ്യൻ രാജ്യം കൂടിയാണ്. ഏഷ്യയിലും യൂറോപ്പിലുമായി ഉള്ള രാജ്യമാണ് തുർക്കി. ശക്തമായ ഒരു നാവിക സാന്നിധ്യമാണ്. ഈ മേഖലയിലല്ല എങ്കിൽ പോലും തുർക്കിക്ക് ചെങ്കടൽ തുറമുഖമില്ല, പേർഷ്യൻ ഗൾഫ് തുറമുഖമില്ല. കരിങ്കടലിലേക്കും കാസ്പിയൻ കടലിലേക്കും ഒക്കെയാണ് തുർക്കിയുടെ തുറമുഖങ്ങൾ. അവിടെയല്ല. ഇത് വ്യത്യസ്തമായ സ്ഥലമാണ്. അപ്പം ഇവിടെ തുർക്കിയുടെ ഒരു മേൽനോട്ടം സൗദി ആഗ്രഹിക്കുന്നു. തുർക്കിയുമായി ചരിത്രപരമായുള്ള പല വ്യത്യാസങ്ങളും പല തർക്കങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സഹകരിക്കുമ്പോഴാണ് മാറിക്കിട്ടുന്നത്. ഒരു സൈനിക സഹകരണം കൂടിയാണ്, മാരിടൈം ഡിഫൻസാണ്.
ഇത് വെറും വ്യാപാര ബന്ധം മാത്രമല്ല, ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ സേനാ വിന്യാസം കൂടി പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നോക്കൂ, ഈ രാജ്യങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. പേർഷ്യൻ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളുമുണ്ട്. ഒമാനുണ്ട്. UAE ഒഴിച്ചുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്. UAE പരമാവധി മാറ്റി നിർത്തിക്കൊണ്ടാണ് സൗദി അറേബ്യ ഈ പാരഡൈംസ് എല്ലാം ബിൽഡ് ചെയ്യുന്നത്. അവിടെ ഖത്തറും ബഹ്റിനും അതൊക്കെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളാണ്. ചെങ്കടലിൽ അവർക്ക് കാര്യമില്ല, എങ്കിൽ പോലും അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ അങ്ങ് അകലെ മാറിക്കിടക്കുന്ന ജോർദാൻ, തുറമുഖമൊന്നുമില്ലാത്ത ലാൻഡ് ലോക്ക്ഡായ ജോർദാൻ ഉണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ എല്ലാ രാജ്യങ്ങളുമുണ്ട്. ഈജിപ്തുണ്ട്, അത് ചെങ്കടൽ മേഖലയാണല്ലോ. വടക്ക് ഈജിപ്തിൻ്റെ വടക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ, കിഴക്ക് ഭാഗത്ത് ചെങ്കടൽ. അപ്പോൾ സൂയസ് കനാൽ ഈജിപ്തിൻ്റെ ഒരു കിഴക്ക് ഭാഗത്തുകൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ ഈജിപ്റ്റ് വളരെ നിർണായകമായ ഒരു പങ്കാളിയാണ് ഇക്കാര്യത്തിൽ. ഇത് മുസ്ലിം രാജ്യവുമാണ്. അതുപോലെ ജിബൂട്ടി എന്ന രാജ്യമുണ്ട്, എറിത്രിയ എന്ന ചെറിയ രാജ്യമുണ്ട്. ഈ ജിബൂട്ടിയും എറിത്രിയുമാണ് ബാബെൽ മന്ദേബിലേക്ക് തള്ളി നിൽക്കുന്ന ആഫ്രിക്കയുടെ ഭാഗം. ഹോൺ ഓഫ് ആഫ്രിക്ക പവേഴ്സ് എന്ന് പറയുന്ന സുഡാൻ, അതുപോലെ സൊമാലിയ, എത്യോപ്യ, ഈ രാജ്യങ്ങൾ അതാണ് ഹോൺ ഓഫ് ആഫ്രിക്ക, കിഴക്കൻ ആഫ്രിക്ക. ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് ഈ അറബിക്കടലിലേക്ക്. ആഫ്രിക്കയുടെ കിഴക്കൻ ഭാഗം ഇങ്ങനെ ഉന്തി നിൽക്കുകയാണ്. അതിൽ നിന്നും അകത്തേക്ക് കയറുമ്പോഴാണല്ലോ ബാബൽ മന്ദേബ്. ആ പ്രദേശത്തുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട്. എന്തിന്? വളരെ അകലെ മാറിക്കിടക്കുന്ന ചില നിർണായക ശക്തികളുണ്ട്. പാകിസ്ഥാൻ വളരെ അകലെ കിടക്കുകയാണ്. അതൊന്നും ഈ പേർഷ്യൻ ഗൾഫുമായിട്ടൊന്നും നേരിട്ട് ബന്ധമുള്ള രാജ്യമല്ല. മാത്രമല്ല ചെങ്കടലിൽ പാകിസ്ഥാൻ എന്താ കാര്യം? പക്ഷെ പാകിസ്ഥാനെ അക്കൂട്ടത്തിൽ നിർത്തുന്നു. ഒരു ആണവ രാജ്യമല്ലേ, ഇസ്ലാമിക രാജ്യമല്ലേ, അതുകൊണ്ടാവാം ബംഗ്ലാദേശിനെ പോലും ഈ സഖ്യത്തിലേക്ക് സൗദി അറേബ്യ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തിന്? ആഫ്രിക്കയുടെ പടിഞ്ഞാറ് അറ്റത്തുള്ള ഈ മേഖലയിലല്ല, ആഫ്രിക്കയുടെ വെസ്റ്റ് ആഫ്രിക്കയിലെ പ്രമുഖ രാജ്യമാണ്. എണ്ണ ഉത്പാദക രാജ്യം കൂടിയാണ്. ആഫ്രിക്കയിൽ സാമാന്യം ആവതുള്ള രാജ്യമാണ് നൈജീരിയ. അത് പകുതി മുസ്ലിമാണ്, വടക്കൻ ഭാഗത്ത് മുസ്ലിമാണ്, തെക്കൻ ഭാഗത്ത് ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൊസൈക്ക് പാറ്റേൺ ആണ്, അത് ഫെഡറൽ സംവിധാനവുമാണ്. ഇപ്പം നൈജീരിയ ഉൾപ്പെടെ ഇൻവോൾവ് ആക്കിക്കൊണ്ട് ഒരു സ്ട്രേഞ്ച് കൊയലീഷൻ, ഒരു മാരിടൈം സഖ്യമാണ്. അതത് വേണ്ടി വന്നാൽ ആഫ്രിക്ക മുനമ്പ് ചുറ്റി, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിപ്പോലും കപ്പലുകൾക്ക് പോകുമ്പോൾ നൈജീരിയ അവിടെ ഒരു സഹായമാകും. അതുകൊണ്ട് ആ മേഖലയുടെ ആകമാന നാവിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്. ഇനി സൗദി അറേബ്യ, ഈ സഖ്യം, അതിൻ്റെ ഹെഡ്ക്വാർട്ടർ സൗദി അറേബ്യയിൽ തന്നെയാണ്. ഈ സഖ്യ രൂപീകരണത്തിലൂടെ ലോകരാജ്യങ്ങൾക്ക്, ലോകശക്തികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒന്ന്, അമേരിക്ക അല്ല ഇത് നിയന്ത്രിക്കാൻ പോകുന്നത്. അമേരിക്കൻ ഡിക്റ്റേറ്റ്സ് അനുസരിച്ചല്ല ഇത്. അമേരിക്ക അനുകൂലിക്കുന്ന രാജ്യങ്ങളുണ്ട്, എതിർക്കുന്ന രാജ്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇത് നിയന്ത്രിക്കുന്ന സൗദി ആയിരിക്കും. അതുകൊണ്ട് സൗദി ഒരു പ്രാദേശിക ശക്തിയായി, ഒരു മേഖലാ ശക്തിയായി വരവ് അറിയിച്ചിരിക്കുകയാണ്. എന്തിനും ഏതിനും അമേരിക്കയുടെ വാലിൽ തൂങ്ങി നിൽക്കുന്ന രാജ്യം അല്ല തങ്ങൾ, സ്വന്തമായി ഇച്ഛാശക്തിയുണ്ട് എന്ന ഒരു പ്രഖ്യാപനമാണ്. 2, ഇറാൻ മറുപക്ഷത്ത് തന്നെയാണ്. പേർഷ്യൻ ഗൾഫിലെ നിർണായക ശക്തിയായ ഇറാനുമായി ഇക്കാര്യത്തിൽ പോലും സഹകരിക്കാൻ തങ്ങൾ തയ്യാറല്ല. ശത്രുവെങ്കിൽ ശത്രു, എതിർക്കപ്പെടേണ്ട രാജ്യമാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കൂ. ഇക്കാര്യത്തിൽ ഞങ്ങൾ അമേരിക്കയോടൊപ്പവുമല്ല, ഇറാനോടൊപ്പവുമല്ല, ഞങ്ങളുടേതായ സുരക്ഷാപാത വെട്ടിത്തുറക്കുന്നു. ഇതിനർത്ഥം എന്താണ്? സൗദി മുൻപ് തന്നെ പലപ്പോഴും ഇറാനോട് വ്യംഗ്യമായി പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് കരുതുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മേൽ ഞങ്ങൾക്കും സ്വാധീനമുണ്ട്. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, ഈ 3 ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്ലാമിക ലോകത്തെ പ്രമുഖ ശക്തികൾ. ഈ 3 രാജ്യങ്ങൾക്കും ഇറാനുമായി ബന്ധമുണ്ട്. സൗദിക്കും ഈ പറയുന്ന 3 രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തങ്ങൾ എല്ലാം ഒന്നിച്ചു നിൽക്കും. അതുകൊണ്ട് ഇറാൻ ആത്യന്തികമായി ഒരുപക്ഷെ കരാറിൽ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ധാരണയിൽ എത്തിച്ചേരണമെങ്കിൽ ഈ രാജ്യങ്ങൾ കൂടെ സഹകരിക്കണം. ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനോട് സൗദി പറയുന്നത് പോലെ തോന്നുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഈ സഖ്യത്തിൽ പങ്കാളികളാണ്. ഇപ്പോൾ ഇറാൻ ഉൾപ്പെടുന്ന ഒരു സഖ്യത്തിലും ഈ രാജ്യങ്ങൾ പങ്കാളികളല്ല, പക്ഷെ ഞങ്ങളുടെ സഖ്യത്തിൽ ഈ രാജ്യങ്ങൾ പങ്കാളികൾ ആണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം. 3ാമത്തെ സന്ദേശം തീർച്ചയായും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനോടാണ്. അപ്പോൾ സൗദി പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒരുപാട് ഭയാശങ്കകളുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, ചില മൂപ്പിളമ തർക്കങ്ങളുണ്ട്. ഞങ്ങളാണ് ഒപ്പെക്കിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് നിങ്ങളുടെ എക്കാലത്തെയും പരിഭവം. ഇപ്പോൾ ആ പരിഭവം ഒരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുകയും നിങ്ങൾ ഒപ്പെക്ക് വിട്ട് പോവുകയും ചെയ്തു.
അത് മാത്രമല്ല, നിങ്ങളുടെ എണ്ണയ്ക്ക് ഞങ്ങളുടെ കോട്ടായൊന്നും, ഒപ്പെക്കിൻ്റെ കോട്ടായൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് സുഗമമായി എണ്ണ പ്രൊഡ്യൂസ് ചെയ്യാം, ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കാം, തോന്നിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പരിധിവരെ ഒരു കുലം കുത്തി എന്ന നിലയിലുള്ള സ്റ്റേറ്റസാണ് സൗദി അറേബ്യ രഹസ്യമായിട്ടെങ്കിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരു അവസരവാദപരമായ ഒരു നിലപാട്. അതേസമയം ഈ ഇറാനോട് സൗദി ഉൾപ്പെടെ സന്ധി ചെയ്യുന്നതിനെ എതിർക്കുന്ന രാജ്യവും ആണ് UAE എന്നുകൂടി ഓർക്കണം. ഉണ്ട് UAEക്ക് പാരലായി യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി നേരിട്ട് ബന്ധമുണ്ട്. സൗദിക്കുണ്ട് ബന്ധം, UAEക്ക് പാരലായി, ഒരുമിച്ചല്ല, എല്ലാം പാരലായിട്ടാണ്. അത് മാത്രമല്ല, UAEയുടെ കിഴക്കൻ തുറമുഖമായ ഫ്യുജൈറ ഡെവലപ്പ് ചെയ്ത് അതുവഴി പേർഷ്യൻ ഗൾഫിൻ്റെ സമ്മർദ്ദമില്ലാതെ, ഹോർമൂസിൻ്റെ സമ്മർദ്ദമില്ലാതെ എണ്ണ കൊണ്ടുപോകാം. സൗദിയാണെങ്കിൽ രണ്ടു ഭാഗത്തും ചോക്ഡാണ്. അത് ബാബൽ മന്ദേബും ഹൂതികൾ അടയ്ക്കുന്നു, അതുപോലെ ഹോർമൂസ് ഇറാൻ തടയുന്നു. പക്ഷേ UAEക്ക് ഭയാശങ്കകളില്ലാതെ പുറം കടലിലേക്ക് ഫ്യുജറയിൽ നിന്നും എണ്ണ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇപ്പോൾ ഒരു അന്ത്രാളഘട്ടം വന്നപ്പോൾ നിങ്ങളുടെ പാട് നോക്കി പോയതല്ലേ, അതുകൊണ്ട് ഈ മാരിടൈം സഖ്യത്തിൽ നിങ്ങൾ വേണ്ട എന്ന രീതിയിലാണ് സൗദി അറേബ്യ UAEയോട് നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇറാനെ മാറ്റി നിർത്തുന്നു, UAEയെ മാറ്റി നിർത്തുന്നു. റഷ്യയും ചൈനയും അവരെ പിണക്കുന്നില്ല, അവരല്ലെങ്കിലും ഇതിനൊന്നും പങ്കാളികളല്ലല്ലോ, അവരെ മാറ്റി നിർത്തുന്നു. എന്തിന്? അമേരിക്കയെ 7 അയലത്ത് അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന പുതിയ ഫോർമേഷൻസിൻ്റെ തുടക്കമാണോ? ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായി അമേരിക്കയുടെയും അമേരിക്ക നിയന്ത്രിക്കുന്ന ഘടനകളുടെയും ആ ഒരു സമ്മർദ്ദത്തിൽ നിന്നും ചട്ടക്കൂട്ടിൽ നിന്നും മോചനം നേടിക്കൊണ്ട് സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് സ്വതന്ത്രമായ പന്ഥാവിലേക്ക് നീങ്ങുകയാണോ? എന്താവും ഒപ്പെക്കിന് സംഭവിക്കുന്നത്? ഈ രാജ്യങ്ങളിൽ പലതും ഒപ്പെക്കിലെ അംഗങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് കൂടിയാണ്. അപ്പോൾ ഒപ്പെക്കിനെ ഒരു എന്താ പറയുക, എണ്ണ ഉത്പാദന കോട്ട നിശ്ചയിക്കുന്ന ഒരു സമിതി എന്ന നിലയിൽ നിന്നും ഒരു കൺസോർഷ്യം, ഒരു കാർട്ടൽ അല്ലെങ്കിൽ കോട്ടറി എന്ന നിലയിൽ നിന്നും മാറ്റി ഒപ്പെക്കിന് വേണ്ടിയുള്ള ഒരു സായുധ അംഗരാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം, ഒരു സെക്യൂരിറ്റി കൺസോർഷ്യം എന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുകയാണോ? ഇതിൽ ഒപ്പക്കിലുള്ള രാജ്യങ്ങളും ഇല്ലാത്ത രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ചെങ്കടൽ മേഖലയാണ് ഫോക്കസായി വരുന്നത്. പക്ഷേ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കുന്തമുനയായി നിൽക്കുന്നത് എണ്ണ വ്യാപാരമാണ്. സുഗമമായി എണ്ണ വ്യാപാരം നടക്കണം. ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ അതിൽ താല്പര്യമുണ്ട്. അതിൽ മേഖലാ ശക്തികളുണ്ട്, മേഖലയ്ക്ക് പുറത്തുള്ള ശക്തികളുണ്ട്. അതുകൊണ്ടാണ് ഈ 13 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ മാരിടൈം ഡിഫൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിഫൻസ് അലൈൻമെൻറ്റ് ഇത് പ്രസക്തമാകുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. ഈ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു പല മേഖലകളിലും സമാന്തരമായ സംഘടനകൾ ഉണ്ടാകുമോ? ലോകം തന്നെ അമേരിക്ക എന്ന വേതാളത്തെ തോളത്ത് നിന്നും താഴെ വയ്ക്കാൻ വില്ലിങ് ആവുമോ? അതുകൊണ്ട് അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്ന, അമേരിക്കയുടെ സുഹൃത്തുക്കളാണ് ഇതിൽ പല രാജ്യങ്ങളും, സുഹൃത്ത് ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്ക കൽപ്പിക്കുന്നത് പോലെ മാത്രം ഓടുന്ന ഒരു ലോകമാവില്ല ഇത് എന്ന ഒരു നിർദ്ദേശം സൗദി അറേബ്യ കൊടുക്കുകയാണോ? പൂച്ചയ്ക്ക് മണി കിട്ടുന്നത് ആരെന്ന ചോദ്യത്തിന് തങ്ങളിതാ സൗദി അറേബ്യ എന്ന രൂപത്തിൽ പൂച്ച എന്ന അമേരിക്കൻ പൂച്ചയ്ക്ക് മണി കിട്ടാൻ കടന്നു വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഇതിലൂടെ വായിച്ചെടുക്കാവുന്നതാണ്.